അസ്സലാമലൈക്കും. ഉസ്താദ്, നമ്മള് ദുനിയാവില് മറ്റുള്ള ആളുകൾ നമ്മളോട് ശത്രുത ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ ആരെയും ഉപദ്രവിച്ചു, കൊല ചെയ്യപ്പെട്ടു, അതിന് ദുനിയാവിലേക്ക് ആ ഭരണകൂടം ഒരു പ്രതികാരം നൽകില്ല. അപ്പോൾ അവരെ ആഖിറത്തിലേക്ക് വെച്ചാണ്ട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ആഖിറത്തിൽ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കണം, അങ്ങനെ അനുവദനീയമാണോ? നമ്മൾക്ക് ഈ ദുനിയാവിൽ അവരെ ഒന്നും പ്രതികാരം ഈ നാട്ടിലെ ഭരണകൂടം ചെയ്തില്ല, ആ രാജ്യത്തെ. അപ്പോൾ അവരെ നീ നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മുസ്ലിമായ ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മളെ ആക്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ദുആ ചെയ്യാൻ പറ്റുമോ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ അക്രമം പ്രവർത്തിച്ചാൽ ആ മുസ്ലിമായ വ്യക്തിയെ ലഅനത്ത് ചെയ്യൽ, ശപിക്കൽ ഹറാമാണ് എന്ന് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കുന്നു. വയഹറുമു ലഅനുൽ മുസ്ലിമിൽ മുതസവ്വിൽ, അതിക്രമം പ്രവർത്തിച്ച ഒരു നിശ്ചിത മുസ്ലിമായ വ്യക്തിയെ ശപിക്കൽ ഹറാമാണ്. ശപിക്കൽ എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റുക എന്നാണ്. അത് ഹറാമാണ്. എന്നാൽ വയജൂസു ലഅനു അസ്ഹാബിൽ ഔസാഫിൽ മദ്മൂമത്തി, മോശം വിശേഷണങ്ങളുള്ള ആളുകളെ ശപിക്കൽ അനുവദനീയവുമാണ്. കൽ ഫാസിഖീന, തമ്മാടികൾ, വ്യഭിചാരം, കൊല പോലെയുള്ള തമ്മാടിത്തരം ചെയ്തവർ. വൽ മുസവ്വിരീന, പ്രതിമ നിർമ്മാണം നടത്തുന്ന ആളുകൾ. ഗൈറ മുഖയ്യദിൻ ബിശഖ്സിൻ, ഒരു നിശ്ചിത വ്യക്തി കൊണ്ട് ഉപാധി പറയാതെ, ഒരു നിശ്ചിത വ്യക്തി പേരെടുത്തു പറയാതെ മൊത്തത്തിൽ ശപിക്കൽ, ഇത്തരത്തിലുള്ള ആളുകളെ ശപിക്കൽ അനുവദനീയമാണ് എന്ന് ഇമാമുകൾ വ്യക്തമാക്കുന്നു. ശർവാനി 288. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ദുആ ചെയ്യുമ്പോൾ, അത്തഹിയാത്തിന്റെ അവസാനമോ ഒക്കെ ദുആ ചെയ്യുമ്പോൾ ഹറാമായ ദുആ നിർവഹിച്ചാൽ നിസ്കാരം ബാത്തിലാകും എന്ന് തുഹ്ഫ പറഞ്ഞിട്ടുണ്ട്. അമ്മ ദുആഉ ബി മുഹറമിൻ ഫമുബ്തിലുൻ ലഹ, മുഹറമായ കാര്യം കൊണ്ടുള്ള ദുആ നിസ്കാരത്തെ ബാത്തിലാക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ശർവാനിയിൽ കാണാം, വലൈസ മിനദ് ദുആഇ ബി മുഹറമിൻ, ഹറാമായ കാര്യം കൊണ്ടുള്ള ദുആയിൽപ്പെട്ടതല്ല, മാ യഖഉ മിനൽ അയിമ്മത്തി ഫിൽ ഖുനൂതി മിൻ ഖൗലിഹി, ഖുനൂത്തിൽ ഇമാമുമാർ ദുആ ചെയ്യുന്ന ചില വാക്കുകൾ. അഹ്ലിക്കില്ലാഹുമ്മ മൻ ബഗ അലൈനാ വഅതദാ, ഞങ്ങളുടെ മേൽ അക്രമം പ്രവർത്തിച്ചു, തമ്മാടിത്തരം പ്രവർത്തിച്ച ആളുകളെ നീ നശിപ്പിക്കണമേ അല്ലാഹുവേ. ഇതുപോലെയുള്ള ദുആ. ഇത് ഹറാമായ ദുആ അല്ല. അതിന് രണ്ട് ന്യായമാണ് ഇമാമുകൾ പറയുന്നത്. അമ്മ അവലൻ, ഒന്നാമത്തേത് ഫലി അദമി തഅയീനിൽ മദ്ഉവി അലൈഹി, ഇവിടെ ആർക്കെതിരെയാണോ ദുആ ചെയ്യുന്നത് ആ വ്യക്തിയെ നിജപ്പെടുത്തിയിട്ടില്ല.
ഫഅസ്ബഹ ലഅനൽ ഫാസിഖീന വല്ലാലിമീന. അപ്പൊ ഇത് വെറും മൊത്തത്തിൽ തമ്മാടിത്തരം ചെയ്തവർ, അക്രമം പ്രവർത്തിച്ചവർ, അവരെ ശപിക്കുക എന്നതിനോട് തുല്യമായി. അത് അനുവദനീയമാണ്. വഖദ് സറഹു ബി ജവാസിഹി, അത് അനുവദനീയമാണെന്ന് ഫുഖഹ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫഹാദ ഔലാ മിന്നു. അപ്പോ നിശ്ചിത വ്യക്തിയെ ഇവിടെ നിജപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഇത് ഹറാമല്ല. അപ്പോ നിശ്ചിത വ്യക്തിയെ നിജപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത് ഹറാമാകുമായിരുന്നു എന്നാണല്ലോ ഈ ഒന്നാമത്തെ കാരണം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അമ്മാ സാനിയൻ, രണ്ടാമത്തെ കാരണം ഫലി അന്ന വാലിമൽ മുഅ്തദിയ, ഒരു പരിധി വിട്ട അക്രമകാരി, യജൂസു ദുആഉ അലൈഹി, അവന്റെ മേൽ ദുആ ചെയ്യൽ അനുവദനീയമാണ്. വലോ ബിസൂഇൽ ഖാത്തിമ, അത് അവന്റെ അവസാനം മോശമാകണം എന്നതുകൊണ്ടാണെങ്കിലും ശരി. അപ്പോ മൊത്തത്തിൽ പരിധി വിട്ട ഒരു അക്രമകാരിക്ക് വേണ്ടി അവരുടെ സൂഉൽ ഖാത്തിമത്ത് കൊണ്ട് അവസാനം മോശമായി മരിക്കൽ കൊണ്ടുവരെ ദുആ ചെയ്യാം മൊത്തത്തിലാവുമ്പോൾ. അപ്പോ ഇത് അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ദുആയായതുകൊണ്ട് ഹറാമ് അല്ല. ഇതാണ് ഹറാമായ ദുആയല്ല എന്നതിന് ഇമാമുകൾ പറഞ്ഞ രണ്ടു കാരണം. എന്നാൽ വതവഖഫ ബഅദുഹും ഫി ജവാസി ദുആഇ അല ളാലിമി ബിൽ ഫിത്നതി ഫി ദീനിഹി വസൂഇൽ ഖാത്തിമ. ചില പണ്ഡിതന്മാർ ഒരു അക്രമകാരിയായ ആളുകളുടെ എതിരെ ദുആ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ആ ദുആയിൽ അവന്റെ ദീനിൽ അവനക്ക് നാശം സംഭവിക്കണം, സൂഉൽ ഖാത്തിമത്ത്, അവസാനം ചീത്തയായി മരിക്കണം എന്ന ആ ദുആ അനുവദനീയമാണോ എന്ന വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ തവഖുഫായിരിക്കുന്നു. കൃത്യമായി ചില പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് പറ്റുമെന്ന് പോലും പറയുന്നില്ല. അപ്പോ ഒരാളുടെ സൂഉൽ ഖാത്തിമത്ത് എന്ന് പറഞ്ഞ നരകപ്രവേശനമാണ് അതുകൊണ്ട് ഉണ്ടാവുക. ആ നിലക്കുള്ള ദുആ മൊത്തത്തിലായാൽ പോലും പറ്റുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുക. ഷർവാനി 286. അതുപോലെ തന്നെ ഇമാം നബവി റഹ്മഹുല്ലാഹ് അവിടുത്തെ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട്, അന്ന ലഅനൽ മുസ്ലിമിൽ മസൂനി, തെറ്റുകൾ ചെയ്യാത്ത ഒരു മുസ്ലിമിനെ ശപിക്കൽ ഹറാമും ബി ഇജ്മാഇൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ ഇജ്മാഅ് കൊണ്ട് തന്നെ അത് ഹറാമാണ്. എന്നാൽ വയജൂസു ലഅനു അസ്ഹാബിൽ ഔസാഫിൽ മദ്മൂമത്തി, മോശം വിശേഷണങ്ങളുള്ള ആളുകളെ ശപിക്കൽ അനുവദനീയമാണ്. കഖൗലിക, നീ പറയും പോലെ, ലഅനല്ലാഹുൽ ളാലിമീന, ലഅനല്ലാഹുൽ കാഫിരീന, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ലഅനല്ലാഹുൽ ഫാസിഖീന, ലഅനല്ലാഹുൽ മുസവ്വിരീന വനഹ്വ ദാലിക. ഇതുപോലെയുള്ള വാക്കുകൾ മൊത്തത്തിൽ കാഫിരീങ്ങളെ അല്ലാഹ് ശപിക്കട്ടെ, ളാലിമീങ്ങളെ അല്ലാഹ് ശപിക്കട്ടെ, യഹൂദ നസാറാക്കളെ അല്ലാഹ് ശപിക്കട്ടെ പോലെയുള്ള വാക്കുകൾ. എന്നാവ അമ്മ ലഅനുൽ ഇൻസാനി ബി ഐനിഹി മിമ്മൻ ഇത്തസഫ ബിശൈഇൻ മിനൽ മആസി, ദോഷം കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയെ, നിശ്ചിത വ്യക്തിയെ ശപിക്കൽ, കയഹൂദിയൻ ഔ നസ്രാനിയൻ ഔ വാലിമിൻ ഔ സാനിൻ ഔ മുസവ്വിരിൻ ഔ സാരിഖിൻ ഔ ആകിലി റിബ, ജൂതൻ, നസ്രാനി, അക്രമകാരി, വ്യഭിചാരി, രൂപങ്ങൾ നിർമ്മിക്കുന്നവർ, കള്ളൻ, കട്ടവൻ, പലിശ തിന്നുന്നവൻ, ഇത്തരത്തിലുള്ള ഒരു നിശ്ചിത വ്യക്തിയെ ശപിക്കൽ
ഫളവാഹിറുൽ അഹാദീസി അന്നഹു ലൈസ ബിഹറാമിൻ, ഹദീസുകളുടെ ബാഹ്യം അത് ഹറാമല്ല എന്നാണ്. പക്ഷേ വഅശാറൽ ഗസാലിയു ഇലാ തഹരീമിഹി, ഇമാം ഗസാലി റഹിമഹുല്ലാ അത് ഹറാമാണെന്നതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഇല്ലാ ഫീ ഹഖ്ഖി മൻ അലിംന അന്നഹു മാത അലൽ കുഫ്രി, കുഫറിന്റെ മേൽ മരിച്ചു എന്ന് നമുക്കറിയാവുന്നവരെ സംബന്ധിച്ചൊഴികെ അവരെ അങ്ങനെ ശപിക്കാം. കഅബീ ലഹബിൻ വഅബീ ജഹലിൻ വഫിർഔന വഹാമാന വഅസ്ബാഹിഹി ലിഅന്ന ലഅന ഹുവൽ ഇബ്ആദു അൻ റഹ്മത്തില്ലാഹ്. ഇത് പാടില്ല എന്ന് പറയാൻ കാരണം ശാപം എന്ന് പറയുന്നത് അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ഒരാളെ അകറ്റൽ ആണ്, അതിനു വേണ്ടിയുള്ള ദുആയാണ്. വമാ നദിരി മാ യഖ്തിമു ബിഹി ലിഹാദൽ ഫാസിഖി അവിൽ കാഫിർ, ഈ ഫാസിഖോ ഈ കാഫിറോ അവനെ മാ യുഖ്തമു ബിഹി, അവനെ എന്തുകൊണ്ടാണോ അവന്റെ അവസാനം നടന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവനെ അങ്ങനെ വ്യക്തി പേരെടുത്ത് ശപിക്കാൻ പാടില്ല. എന്നാൽ കുഫറിന്റെ മേൽ മരിച്ചു എന്ന് ഉറപ്പായി നമുക്ക് അറിഞ്ഞവരെ ശപിക്കുന്നതിന് വിരോധവുമില്ല. എന്നാലും അവരെ ശപിക്കാതിരുന്നാൽ ഒന്നും വരാനില്ല എന്ന് ഇമാം ഗസാലി യഹ്യയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വ്യക്തികളെ ശപിക്കാൻ പാടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇമാം നവവി തങ്ങൾ തന്റെ അദ്കാറിന്റെ 314, 315 പേജുകളിൽ പറയുന്നു. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിൽ കാണാൻ കഴിയും ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു കള്ളുകുടിയനായ മനുഷ്യനെ നബി തങ്ങളിലേക്ക് കൊണ്ടുവരപ്പെടുകയും അങ്ങനെ അവനെ അടിക്കാൻ ഉത്തരവിട്ടു. അവനെ സഹാബികൾ അടിച്ചു. ആ അടി കഴിഞ്ഞപ്പോ ചില സഹാബിമാർ പറഞ്ഞു, അഖ്സാഖല്ലാഹ്, അള്ളാഹു നിന്നെ പരാജയപ്പെടുത്തട്ടെ എന്ന് അർത്ഥം വരുന്ന ഈ വാക്ക് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖൂലു ഹാകദാ ലാ തുഈനു അലൈഹി ശൈത്താൻ, നിങ്ങൾ ഇപ്രകാരം പറയരുത്, അവന്റെ മേൽ കേടായി ശൈത്താനിനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യരുത്. ഇവിടെ ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, യുസ്തഫാദു മിൻ ദാലിക മൻഉ ദുആഇ അലൽ ആസി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരു ദോഷിയായ ഒരു നിശ്ചിത വ്യക്തി ഒരു ദോഷം ചെയ്ത വ്യക്തിയുടെ മേൽ കേടായിക്കൊണ്ട് ദുആ ബിൽ ഇബ്ആദി അൻ റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റിക്കൊണ്ടുള്ള ദുആ പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പാഠമുണ്ട് എന്ന് കാണാം. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഒരു വ്യക്തിയെ ശപിച്ചാൽ ലഅനത്തിന്റെ വാചകം അവൻ ഉപയോഗിച്ചത് കേവലം ഒരു ചീത്ത വിളിക്കുക എന്ന ആ ഒരു അർത്ഥത്തിലാണെങ്കിൽ അനുവദനീയമാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം അവൻ ഉദ്ദേശിച്ചാൽ ലാ ഇദാ ഖസദ മഅനാഹുൽ അസ്ലിയ വഹുവൽ ഇബ്ആദു അൻ റഹ്മത്തില്ലാഹ്, അതിന്റെ സാക്ഷാൽ അർത്ഥമാകുന്ന അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റണമേ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫഅമ്മാ ഇദാ ഖസദഹു ഫയഹ്റുമു, അത് ഉദ്ദേശിച്ചാൽ ആ ദുആ ചെയ്യല് ഹറാമാണ് എന്ന് ഫത്ഹുൽ ബാരിയിൽ കാണാൻ കഴിയും. ഫത്ഹുൽ ബാരി 12ാമത്തെ വാള്യം 92 അതുപോലെ തന്നെ 86 എന്നിവയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തിൽ ഒരു നിശ്ചിത വ്യക്തിയെ നരകത്തിൽ പ്രവേശിപ്പിക്കണമേ
അവനെ അവസാനം മോശമായി മരിപ്പിക്കണമേ എന്ന് അവൻ അക്രമകാരിയാണെങ്കിൽ പോലും അവനക്ക് എതിരെ ദുആ ചെയ്യൽ പാടില്ല എന്നാണ് നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കുന്നത്. ചില ഇമാമുകളൊക്കെ അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഇബാറത്തുകൾ അങ്ങനെ തോന്നിപ്പിക്കുമെങ്കിലും അത് പാടില്ല എന്നാണ് ഇതുവരെ പറഞ്ഞ നമ്മുടെ ഇമാമുകളുടെ ഉദ്ധരണികളിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോ അവനക്കുള്ള ശിക്ഷ എന്താണെങ്കിൽ അള്ളാഹു കൊടുക്കട്ടെ എന്ന് വെക്കലല്ലാതെ അവനെ നരകത്തിൽ കടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുആ ഒഴിവാക്കലായിരിക്കും കരണീയം. വല്ലാഹു അഅലം ബിസ്സവാബ്.